ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് വിരമിച്ചു. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയാണ് വിരമിക്കൽ. നിരവധി കേസുകൾ ലോകായുക്ത പരിഗണിച്ചിട്ടും രാഷ്ട്രീയ മാനങ്ങളുള്ള കേസുകൾ മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചതെന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. ലോകായുക്ത നിയമ ഭേദഗതി വന്ന ശേഷം പല്ല് പറിച്ചെന്നും ചിറകരിഞ്ഞു എന്നും മാധ്യമങ്ങൾ പറഞ്ഞു. ലോകായുക്തയ്ക്ക് പല്ലില്ല എന്ന് മുൻപ് വിമർശിച്ചവർക്ക് പല്ലും നഖവുമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നും ഫുൾ കോർട്ട് റഫറൻസിൽ സിറിയക് ജോസഫ് പരിഹസിച്ചു. The misinformation spread about the Kerala Lokayukta. The media only looks at the cases involving allegations, complaints involving allegations, where there is sensation and political dimensions. When I was appointed as Lokayukta, I heard many people commenting the Lokayukta is a teethless tiger. Later, when the Amendment Bill 2022 was passed, the very same people, including the media, made comments like Lokayukta's teeth have been plucked, Lokayukta's wings have been clipped. Where did these teeth come from? Which was not there when I was appointed. Suddenly, people seem to have realized that the Lokayukta had teeth to be plucked and wings to be clipped. ആദിൽ പാലോട് നൽകിയ വിവരങ്ങൾ. അതിൽ രൂക്ഷമായി മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫുൾ കോർട്ട് റഫറൻസിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതിൽ ഇപ്പോൾ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണല്ലോ ലോകായുക്ത അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രസംഗത്തിൽ വിമർശനമാണല്ലോ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായ പരാതി, അത്തരം രാഷ്ട്രീയ മാനമുള്ള കേസുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. നിരവധി കേസുകൾ ലോകായുക്ത പരിഗണിച്ചിട്ടുണ്ട് തന്റെ 5 വർഷ കാലയളവിൽ. എന്നാൽ വിവാദമായ രാഷ്ട്രീയ മാനമുള്ള കേസുകൾക്ക് മാത്രമായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ എന്നതാണ് ഒരു വിമർശനം. ഒപ്പം ലോകായുക്തയായി നിയമിക്കപ്പെട്ട സമയത്ത് ലോകായുക്തയ്ക്ക് പല്ലും നഖവും ഇല്ല എന്ന ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ലോകായുക്ത നിയമ ഭേദഗതി വന്നു. ഭേദഗതി ബില്ല് പാസാക്കുകയും പിന്നീട് ഗവർണർ അത് രാഷ്ട്രപതിക്ക് വിട്ടപ്പോഴൊക്കെയും പല്ലും നഖവും എടുത്തു കളയാനുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള നിയമ ഭേദഗതിയാണിത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും ലോകായുക്തയ്ക്ക് പല്ലും നഖവും ഉണ്ട്, അധികാരമുണ്ട് എന്ന് തെളിയിക്കാനായി അതിൽ സന്തോഷമുണ്ട് എന്നതായിരുന്നു ഒരു പരാമർശം. മറ്റൊന്ന്, ചില കേസുകളിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായ കേസ്, ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്ന കേസടക്കം ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. ഈ കേസിലൊക്കെ ആ കേസ് പരിഗണിച്ചിരുന്നു. ഈ കേസിലൊക്കെ ദീർഘകാലമായി വാദം കേട്ടിരുന്നു, തീരുമാനമെടുക്കുന്നതിൽ വൈകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ദീർഘകാലമായി ചില കേസുകൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നും സിറിയക് ജോസഫ് വിശദീകരിച്ചു. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.